ഹലോ. അപ്പോഴേ ഞങ്ങളുടെ രാവിലത്തെ പരിപാടി വെച്ചാൽ പുല്ല് പറിക്കലാട്ടോ. ഉമ്മ ജോറായിട്ട് പുല്ല് പറിക്കുന്നുണ്ട്. രാവിലെ തൊട്ടേ ഇങ്ങനെ പരപരപരാ പറഞ്ഞുകൊണ്ടിരിക്കുക, പുല്ല് പറിക്കിടാൻ പറഞ്ഞിട്ട്. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ ഒരു ഉമ്മ? ഒരു രക്ഷയില്ല. അതാണേലോ നല്ല കാടും ഉണ്ട്. വെച്ചണ്ട ഉണ്ടോ, മടുത്തു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, കുറേയൊക്കെ പറിക്കട്ടെ. വേറെ കാര്യം കാണിച്ചു തരാം. ഉമ്മ മടുത്ത് കുറച്ച് നേരം നിൽക്കും, കുറച്ച് നേരം പറിക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ആ ഭാഗത്തെ കാടെല്ലാം പറിച്ചിട്ട് ഏകദേശം ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ഉമ്മർ ഭാഗത്തോട്ട് വന്നു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറേ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് കാടുണ്ടായിരുന്നു കേട്ടോ. പള്ളക്കാട് എന്ന് നമ്മളിവിടെ ഈ പറയുക. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ പറിച്ച് വൃത്തിയാക്കി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10 മണി നട്ടൊരു ഭാഗമായിരുന്നു ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 10 മണിയൊക്കെ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, എല്ലാം ചീഞ്ഞ് പോയി. ഇനിയിപ്പോൾ 10 മണി അങ്ങനെ മഴയത്ത് ഉണ്ടാവില്ല, എല്ലാം ചീത്തയായി പോകും. ഇനിയിപ്പോൾ അടുത്ത വേനൽക്കാലാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെക്കാം. എങ്കിലും നമ്മൾ കുറച്ച് അവിടെ സൈഡ് വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും മാറ്റി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ റോസയുടെ ചട്ടിയെല്ലാം കൊണ്ടിട്ട് ഇങ്ങോട്ട് വെച്ചു കേട്ടോ. റോസ ചില കവറിനകത്ത് ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഞാനൊന്ന് ചട്ടിയിലോട്ടാക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത് കൊടുത്ത നമ്മുടെ ഇത് ഹൈബ്രിഡാണ്, പ്രൂൺ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അതിനകത്തെല്ലാം പുതിയ തളിര് വരുന്നുണ്ട്, പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് റോസയാണ്. വൈറ്റ് റോസയിലാണെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം എല്ലാം പുതിയ തളുമ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് വളവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചാണ്. കവർ പൊട്ടിയതെല്ലാം പഴയ ചട്ടിയിലോട്ടൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചാട്ടോ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ റോസകളാണ്. പക്ഷെ നല്ല രസമാണ്, നിറയെ പൂക്കളുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ പൂ വന്നിട്ട് പൊഴിഞ്ഞു പോയതാണ്. ഇതെല്ലാം ഇപ്പം നമ്മൾ മഴയ്ക്ക് ശേഷം എല്ലാം ഹാർട്ട് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അടി തൊട്ടേ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതിയ തളുമ്പ് വന്നിട്ട് പൂത്ത് വന്ന കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെടീൻ്റെ വിശേഷം പറയാൻ വന്നതല്ല. അപ്പോൾ കാട് വർക്കിൽ പരിപാടിയൊക്കെയാണ് ഇന്ന്. പിന്നെ ഇത് നമ്മുടെ അരേലി പ്ലാന്റ് ആണ്. അപ്പോൾ അരേലി പ്ലാന്റ് ഇപ്പോൾ ഇത്രയും നേരം ഇരുന്നിട്ട് മൊത്തം തന്നെ കട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇത് നല്ല അടി തൊട്ടേ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതിന് പുതിയ തളിരെല്ലാം വരുമ്പം കാണാൻ രസമുണ്ടാവില്ല. ഇപ്പോൾ ഒക്കെ ഹൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഇനി നമുക്കൊരു മുട്ട പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ അരേലി പ്ലാന്റ് കഷ്ണങ്ങൾ കുറേ ഇവിടെ ഇരിപ്പുണ്ട്. അതിപ്പോൾ നമുക്ക് അവിടെ നട്ടു വെക്കാം. പിന്നെ ഇതും ഒന്ന് കൊത്തി കൊടുക്കണം കേട്ടോ. ഇതന്നെ അരളി, എന്തായിരുന്നു ഈ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയേ, ഈ ചെറിയ വൈറ്റ് പൂവുണ്ടാകുന്നത്, എൻ്റെ പേര് മറന്നുപോയി. ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേലും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഒരു രീതിയിൽ ഭംഗിയിൽ തന്നെ വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ കേട്ടോ നമ്മുടെ പുതിയങ്ങാടിയുള്ള കെബീർക്ക വന്നിട്ട് നമ്മുടെ പറമ്പെല്ലാം ഇപ്പോൾ ഒന്ന് വയക്കി വൃത്തിയാക്കി തന്നെ മെഷീനിൽ കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ പറമ്പ് വയക്കാൻ വന്നായിരുന്നു, അവിടെയൊക്കെ നല്ല വൃത്തിയാക്കി. അന്നേരം ഇപ്പോൾ ആ സമയത്ത് തന്നെ കെബീർക്കാണ്ട് പറഞ്ഞപ്പോൾ മൂപ്പര് നമ്മുടെ പറമ്പ് കൂടി വൃത്തിയാക്കി തന്നിട്ടോ. അപ്പം അതുകൊണ്ട് വലിയ കാടൊക്കെ അങ്ങ് പോയി, കുറേ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, അതും കൂടി വൃത്തിയായപ്പോൾ ഏകദേശം കുറേ ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്തെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്ലാന്റ് ഒന്ന് പ്രൂൺ ചെയ്ത് വിടണമെന്ന് വിചാരിക്കുന്നത്. ഇത് പ്രൂൺ ചെയ്യാൻ തോന്നുന്നില്ല ഗെയ്സ്, ഇത് കണ്ടോ, ഒരേ ലെവലിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്താണെങ്കിൽ കുഞ്ഞു വൈറ്റ് പൂവുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്താലും വിടൂന്ന് പറഞ്ഞാൽ അതുപോലെ വളരും കേട്ടോ. അല്ലെങ്കിൽ ഇത് പ്രൂൺ ചെയ്ത് വിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടി ലെവലാക്കി കട്ട് ചെയ്ത് വിടണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും നോക്കട്ടെ, അത് അതിൻ്റേതായ രീതി ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കാടാ പോലും, ഇതൊന്നും കാടല്ല. ഇതിൻ്റെയൊക്കെ പേരെന്താ, ഇതിൻ്റെ പേരെന്താ അറിയാം അമ്മക്ക്? ഇതിൻ്റെ പേര് അഗ്ലോണിമ എന്നാണ്, കാടല്ല. ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച ചെടികളാ. ഇതിൻ്റെ പേരെന്താ, ഇങ്ങോട്ട് നോക്ക്, പേര് പഠിച്ചോണേ അമ്മ, ഇങ്ങോട്ട് നോക്ക്. ഇതിൻ്റെ പേരാണ് അലോക്കേഷ്യ എലഫന്റ് ഇയർ എന്ന് പറ. അലോക്കേഷ്യ എലഫന്റ് ഇയർ എന്ന് പറമ്മ. ഇതിന്റെ പേര് ഇത് അഗ്ലോണിമ. ഇത് അഗ്ലോണിമ ലിപ്റ്റിക് എന്ന് പറയും. അത് ഇന്നലെ ചെടിച്ച് വെച്ചതിന്റെ 10 മണിന്റെ ബാക്കി അതൊന്ന് എവിടെയെങ്കിലും കൊത്തി വെക്കണം. അത് കളയാൻ പറ്റുമോ ഇത്രയും നല്ല ചെടികൾ? പടച്ചോനെ, ഇതൊക്കെ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റതള്ള പോലും സൈക്കിളമ്മ, അതാണ് സത്യം. ഇതിന്റെ പേര് ഫേൺ എന്നാണ്, ഫേൺ. ഓരോന്നിനും പേരുണ്ട്, പോത്തോസ്. പിന്നെ ഇതിന് പേരാ നിങ്ങൾക്ക് അറിയോ? ഒന്നും അറിയില്ല എന്നിട്ട് വെറുതെ കാടെന്ന് പറയരുത്, മിണ്ടിപ്പോകരുത്. കാശ് കൊടുത്ത് മേടിച്ച ചെടികളൊക്കെ കാടത്ര കാട്. പണിയെടുക്കാനാണെങ്കിൽ വിടൂലേ മഴ. അപ്പോൾ ഒരേ പണി എടുത്തോണ്ടിരിക്കുമ്പോൾ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറും. കാരണം എനിക്ക് ചെറിയ പനിയൊക്കെ ഈ അടുത്ത് വന്നുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് മാറുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ എങ്ങനെയാണ് ആ സൈഡൊക്കെ എങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്ലില്ലേ,
കല്ലുമ്മ പായൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായലൊക്കെ ഇങ്ങനെ ചിരണ്ടിയാണ് ഇങ്ങനെ മാറ്റി മാറ്റി കളയില്ല. അപ്പോൾ ഇനി ആ ബാക്കി കൂടി ചെയ്യാണ്ട് അന്നേരത്തേക്ക് ഒരു മഴയും പെയ്തു. അതുകൊണ്ടല്ലേ പാകം അവിടെ ഇവിടെയൊക്കെ അങ്ങ് വൃത്തിയേടാക്കി കിടക്കുകയാണ്. അപ്പോൾ എല്ലാം വൃത്തിയാക്കട്ടെ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പെരേന്ന് ഇപ്പോൾ കുറച്ച് ദിവസം വീട്ടിലുള്ളതുകൊണ്ട് അങ്ങനത്തെ ഓരോ പണിയൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ നമ്മളഥവാ പെരേന്ന് മാറിക്കഴിഞ്ഞാൽ പറ്റൂല. അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പണിയായുധങ്ങളും കൂടി വേണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എപ്പോഴും ഇവിടെ മേടിച്ച് വെച്ചതുണ്ട്, ഈ ആയുധങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ കട്ടറാട്ടോ. നമ്മുടെ ചെടിയെ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു കട്ടറാണ്. ഇതിപ്പോൾ ഈ അടുത്ത് മേടിച്ച വലിയ വിലയൊന്നുമില്ല, 150 ഉറുപ്പികയാണ് ഇരുട്ടിന്ന് മേടിച്ചേട്ടാ. പിന്നെ ഓൺലൈനിൽ ഇപ്പോൾ ഇതിനെത്ര പൈസ, ചിലപ്പോൾ ഇതിനെക്കാട്ട് പൈസ കുറയും. പിന്നെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള മേടിക്കാൻ നല്ലതാണ്. ഇത് അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സാധനമൊന്നും അല്ല. പിന്നെ അത്ര ചെറിയ നമ്മളെ കുഞ്ഞു കുഞ്ഞു റോസക്കമ്പ് ചെറിയ ചെറിയ ചെടികളെ കട്ട് ചെയ്യാൻ ഇത് തന്നെ മതി. പിന്നെ വലിയ വലിയ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്യണമെങ്കിൽ ഇത് പോരാട്ടോ, കുറച്ചും കൂടി വലിപ്പമുള്ള വേണം. പിന്നെ വേണ്ടത് പിന്നെ എടുക്കുന്ന ഒരു മാന്തി കേട്ടോ. ഈ മാന്തി എന്തിനാ വെച്ചാൽ ഇത് കളമാന്തി എന്നാണ് ഞങ്ങളിവിടെ പറയുക. ഞങ്ങളിവിടെ വേറെ എന്തോ പേര് പറയുമെന്ന് പറയണം, കമൻറ്റിൽ പറയണേ. പിന്നെ എന്ന് വെച്ചാൽ ഇത് വെച്ചാൽ നമ്മുടെ റോസയുടെ ചോടാണെങ്കിൽ ഏത് ചെടീൻ്റെ ചോട്ടിൽ നമ്മൾ വളമിടാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കളയെല്ലാം പറിച്ച് ഒന്നും മണ്ണ് ഇളക്കിയിട്ട് അതിനകത്ത് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സാധനം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചപ്പും ചവറൊക്കെ കൂട്ടിയിടുന്നവർക്ക് നിന്ന് മൊത്തം ആ ചപ്പ് മാത്രം, മണ്ണില്ലാണ്ട് ചപ്പ് മാത്രം മാറ്റിയെടുക്കാനും ആ എന്താ പറയുക കാടെല്ലാം വൃത്തിയാക്കാനൊക്കെ പറ്റിയൊരു ബെറ്റർ സാധനം കേട്ടോ ഇത്, ഇങ്ങനത്തെ സാധനം. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ. ഇത് ചെറുതാണ്. ഇതിപ്പോൾ നമുക്ക് ചെടികളുടെ ചട്ടിയിൽ ചോട്ടിലൊക്കെ വെക്കാൻ വേണ്ടി ചെറുത് മതി. പിന്നെ വേറെ പ്രധാനപ്പെട്ട സാധനമാണ്, ഇതെല്ലാം ചെളിയാണ് പണിതോണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഗെയ്സ്, ചെളി അല്ലാണ്ട് ഇതല്ല. ഇതിപ്പം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കവറിലോട്ട് മണ്ണ് നിറയ്ക്കാനോ ചാണകപ്പൊടിയൊക്കെ ഇടാനൊക്കെ ഇങ്ങനെ നമ്മൾ കുത്തി കോരി എടുക്കാനൊക്കെ ബെറ്റർ സാധനം. എനിക്ക് ഏറ്റവും ഉപയോഗമുള്ള സാധനം ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു പുതിയൊരു ചെടി നമുക്ക് എവിടെന്നെങ്കിലും പറിച്ചെടുക്കണമെങ്കിൽ ഇത് ഒരു കുത്തു കുത്തിട്ട് മേലോട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതുണ്ടോ ഇങ്ങനെ ഒരു ചെടി. എടുക്കാനും ഇവിടെ ചെടിയൊന്നുമില്ല, അവിടെ മഴയുണ്ട് ഇവിടെ സൈഡിലല്ലേ. അപ്പോൾ അതിനൊക്കെ ബെറ്റർ ഒരു സാധനമാണിത്. ഇതിൻ്റെ പേരെന്താ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ മണ്ണ് മാന്തി എന്ന് പറയാം. ഓക്കെ. പിന്നെ തൂമ്പ. ഇത്രയും വലിയ തൂമ്പ നിങ്ങൾ ദുനിയാവിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഈ തൂമ്പ സൂപ്പറാട്ടോ, അടിപൊളി സാധനമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ ചെറിയ ചെടിയൊക്കെ നടാൻ നേരത്ത് കുഞ്ഞു കുഞ്ഞു കുഴിയെടുക്കാൻ പറ്റുക. മറ്റേ വലിയ തൂമ്പയാകുമ്പോൾ അത് വലിയ കുഴിയായി പോകും. ഇത് കുഞ്ഞു കുഞ്ഞു കുഴിയെടുക്കാൻ ചെറിയ ചെറിയ ചെടികളൊക്കെ നടാൻ സൂപ്പർ സാധനമാണിത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു കത്തി, പിന്നെ ചെറിയൊരു കത്രികയും കൂടി ഉണ്ട്, ചെറിയ പ്രൂണിങ്ങും കാര്യത്തിലൊക്കെ. നമ്മുടെ ഈ 10 മണി കട്ട് ചെയ്യാനൊക്കെ സുഖമാണ് ഒരു കത്രിക. ഇത് സത്യം പറഞ്ഞാൽ മീൻ വെട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് മേടിച്ചാൽ, പിന്നെ മൂർച്ച പോയപ്പോൾ ഞാൻ എൻ്റെ ചെടി ആവശ്യത്തിന് വേണ്ടി എടുത്താൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും വേണം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിവിടെ കുഞ്ഞു കുഞ്ഞു കാടായതുകൊണ്ട് എൻ്റെ നടുവിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാല പരിചരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. സെൻസിറ്റീവായ എല്ലാ പ്ലാന്റുകളും നമ്മൾ സൺസൈഡിലോട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കണം. പിന്നെ ഇലച്ചെടികളൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ ബോഗൺവില്ല പോലുള്ള ചെടികളൊക്കെയാണ് നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കണം. റോസ അടക്കം ബഡ് റോസ പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ് റോസയിൽ എന്തെങ്കിലും പിന്നെ മരുന്നുകൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ മഴക്കാല സംരക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് ഇതുപോലെ ചെടികൾ സംരക്ഷിക്കാൻ പറ്റും. പുതിയ വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും വരും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് കേട്ടോ.